ഞങ്ങൾ ഈ ഒ പിയിലിരിക്കുമ്പോഴേ ഒരു നെഫ്രോളജിസ്റ്റ് ഒ പിയിലിരിക്കുമ്പോൾ എപ്പോഴും കേൾക്കുന്നൊരു കാര്യമാണ്, സാറേ ഡയബറ്റീസിന് മരുന്ന് കഴിച്ച് അവസാനം കിഡ്നിയെ ബാധിച്ച്, ഈ മരുന്ന് കഴിക്കാതിരുന്നാൽ മതിയായിരുന്നു. സത്യത്തിൽ അത് വളരെ തെറ്റാണ്. ഞാൻ അവരുടെ അടുത്ത് പറയും, നിങ്ങൾ സത്യത്തിൽ കൃത്യസമയത്ത് മരുന്ന് കഴിക്കാത്തത് കൊണ്ടാണ് നിങ്ങളുടെ കിഡ്നിയെ ബാധിച്ചത്. ഇവിടെ ഒരു ലൈബ്രറിയാണ്, ഇത്രയും ബുക്കുകൾ ഇവിടെ ഇരിപ്പുണ്ട്. ഞങ്ങൾ പഠിക്കുന്ന ഒരു ബുക്കിലും എഴുതി വെച്ചിട്ടില്ല ഡയബറ്റീസിൻ്റെ മരുന്ന് കഴിച്ചാൽ കിഡ്നിയെ ബാധിക്കുമെന്ന്. ഞങ്ങൾ പഠിക്കുന്നേ ഇല്ല. അപ്പം അതൊരു തെറ്റിദ്ധാരണയാണ്. ഡയബറ്റീസിൻ്റെ നിയന്ത്രണമാണ് കിഡ്നിയെ ബാധിക്കുന്നത്. നിങ്ങൾക്ക് HbA1c എന്ന് പറഞ്ഞൊരു വാല്യൂ അറിയാം. അത് നിങ്ങൾ എന്തുമാത്രം കൺട്രോൾഡായിട്ട് വെക്കുന്നോ, 7-ൽ താഴെ നിങ്ങൾ കീപ്പ് ചെയ്താൽ കാലങ്ങൾ കഴിഞ്ഞ പ്രമേഹമാണെങ്കിലും നിങ്ങളുടെ കിഡ്നീനെയും കണ്ണിനെയും ഒന്നും ബാധിക്കത്തില്ല എന്നാണ് പഠനങ്ങൾ പറയുന്നത്. നേരെ മറിച്ച് നിങ്ങളുടെ HbA1c കൂടുതലാണെങ്കിൽ 10, 11, 12 ഒക്കെയാണ്, നിങ്ങൾ വേണ്ട രീതിയിൽ അതിനെ ശ്രദ്ധിച്ചില്ലെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ഈ അവയവങ്ങളെ, കിഡ്നീനെ, കണ്ണിനെ, നരമ്പിനെ ഒക്കെ പ്രമേഹം ബാധിക്കും. അപ്പോൾ എന്നെ കേൾക്കുന്ന എൻ്റെ പേഷ്യൻസ് ദയവ് ചെയ്ത് മനസ്സിലാക്കുക, നിങ്ങൾക്ക് നിങ്ങളുടെ ഈ കിഡ്നീനെയും നരമ്പിനെയും കണ്ണിനെയൊക്കെ സംരക്ഷിക്കണമെങ്കിൽ ഒരൊറ്റ വഴിയേ ഉള്ളൂ. നിങ്ങളുടെ പ്രമേഹത്തെ നിയന്ത്രിച്ച് HbA1c എന്ന് പറയുന്നത് 7-ൽ താഴെ കീപ്പ് ചെയ്യുക. അതുമാത്രമാണ് നിങ്ങൾക്ക് ഈ അവയവങ്ങളെ സംരക്ഷിക്കാനുള്ള വഴി. ദയവ് ചെയ്ത് ഇത് ജീവിതത്തിൽ നിങ്ങൾ പ്രാവർത്തികമാക്കണം. നന്ദി.